കുടുംബവും ഞങ്ങള് യഹോവയെ സേവിച്ചും മാനിച്ചും ജീവിച്ചിടും. ഞാനും കുടുംബവും ഞങ്ങള് യഹോവയെ സേവിച്ചും മാനിച്ചും ജീവിച്ചിടും. മുട്ടിന്മേൽ നിന്നിടും, മുട്ടിപ്പായി പ്രാർത്ഥിക്കും, മുഖം മറയ്ക്കാതവൻ ഉത്തരം നൽകും. മുട്ടിന്മേൽ നിന്നിടും, മുട്ടിപ്പായി പ്രാർത്ഥിക്കും, മുഖം മറയ്ക്കാതവൻ ഉത്തരം നൽകും. എത്ര നല്ലവൻ അവനെന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതവും. എത്ര നല്ലവൻ യേശു എന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതവും. ഞാനും കുടുംബവും ഞങ്ങള് യഹോവയെ സേവിച്ചും മാനിച്ചും ജീവിച്ചിടും. ഹൃദയം നുറുങ്ങിടുമ്പോൾ അവൻ അരികെ അണഞ്ഞിടും. മനസ്സു തകർന്നിടുമ്പോൾ യേശുമാറോടു ചേർത്തണയ്ക്കും. ഹൃദയം നുറുങ്ങിടുമ്പോൾ അവൻ അരികെ അണഞ്ഞിടും. മനസ്സു തകർന്നിടുമ്പോൾ യേശുമാറോടു ചേർത്തണയ്ക്കും. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറയ്ക്കും പോലെ ജീവൻ തന്നു വീണ്ടെടുക്കാൻ മനസ്സുള്ളവൻ. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറയ്ക്കും പോലെ ജീവൻ തന്നു വീണ്ടെടുക്കാൻ മനസ്സുള്ളവൻ. എത്ര നല്ലവൻ അവനെന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതവും. എത്ര നല്ലവൻ യേശു എന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതവും. ഞാനും കുടുംബവും ഞങ്ങള് യഹോവയെ സേവിച്ചും മാനിച്ചും ജീവിച്ചിടും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 25-ാം തിരുവചനം. Matthew's Gospel, chapter 10, verse 25. It's enough for the disciple to be like his teacher and the servant like his master. ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യനു മതി. ആമേൻ. പരിശുദ്ധാത്മാവേ, ഈ തിരുവചനം ഞങ്ങൾക്കായി വിളമ്പിത്തരണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. അപ്പോൾ അവിടുന്ന് ഇപ്രകാരം ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി. യേശുവിനെ പോലെയാകുന്നവനാണ് ക്രിസ്ത്യാനി. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചെന്ന് കരുതി ആരും ക്രിസ്ത്യാനിയാകില്ല. ക്രിസ്തുവിൽ ജനിക്കുന്നവനാണ് ക്രിസ്ത്യാനി. യേശു നമുക്ക് വേണ്ടി കാൽവരി യാഗപീഠത്തിൽ തകർക്കപ്പെട്ടു, മനുഷ്യനായി വെന്തിരിഞ്ഞു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 53:10. എന്നാൽ അവനെ തകർത്തു കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവൻ
അവന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യിൽ സാധിക്കുകയും ചെയ്യും. കർത്താവ് നമ്മുടെ പാപത്തിനു വേണ്ടി നുറുക്കപ്പെട്ടു. 1 കൊരിന്ത്യർ 11:23-24. കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. കർത്താവ് നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിനു വേണ്ടി നുറുക്കപ്പെട്ട, മണ്ണിൽ വീണ് അഴുകി ഫലം പുറപ്പെടുവിച്ച ഗോതമ്പ് മണിയാണ്. യേശു നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ടു. ഭൗതികമായ കാര്യങ്ങളിൽ നമുക്ക് നുറുക്കം ഉണ്ടാകാം. പ്രിയപ്പെട്ടവരുടെ രോഗവും വേർപാടും നമ്മുടെ ഹൃദയത്തെ നുറുക്കാം. എന്നാൽ യേശു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നുറുക്കം അതല്ല. ഗോതമ്പ് മണി നിലത്ത് വീണു ചാകുന്നത് പോലെ നാം ആകുന്ന വിത്ത് അനുതാപം വഴി നുറുങ്ങണം. കളിമൺ പാത്രം നിലത്ത് വീണുടയുന്നത് പോലെ ദൈവസന്നിധിയിൽ തകരണം. പാപത്തെക്കുറിച്ചോർത്ത് ഹൃദയം നുറുങ്ങണം. ദൈവത്തിൻ്റെ മുൻപിൽ ഒരു യാഗമായി എരിയണം. എന്താണ് ദൈവത്തിന് പ്രസാദമായ യാഗങ്ങൾ? 51 സങ്കീർത്തനം 17 വാക്യം. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ദൈവം പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുന്നവനുമാണ്. അതിനാൽ ഉപരിതല ക്രിസ്ത്യാനിയാകാതെ ആന്തരിക ശുദ്ധീകരണം പ്രാപിച്ച് ദൈവം നൽകിയ കുരിശുമെടുത്ത് യേശുവിനെ അനുഗമിച്ച് യേശുവിൻ്റെ ശിഷ്യരായി ജീവിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ശിഷ്യൻ ഗുരുവിനെ പോലെ ആയാൽ മതി. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനും വല്ലഭനുമായ കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാൻ വാക്കുകളില്ലപ്പ. കർത്താവേ, ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ പദ്ധതികളിൽ വിശ്വസിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രത്യാശയും വിജയമായി കൂടെയുള്ളതിനാൽ ഞങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ഇല്ല. അപ്പാ, എല്ലാ സാഹചര്യങ്ങളിലും എൻ്റെ രക്ഷകനായും വഴികാട്ടിയായും അങ്ങ് എന്നോടൊപ്പം ഉണ്ടായിരിക്കുന്നതിനായി നന്ദി പറയുന്നു. എൻ്റെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം നൽകുന്നതിനായി നന്ദി പറയുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങൾക്ക് വിജയം നൽകണമേ. അങ്ങയുടെ ശിഷ്യത്വത്തിന് കീഴിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് അങ്ങയെ കൊടുക്കുന്ന മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങളിൽ അവിടുന്ന് ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ചുമതലകളും ഉത്തരവാദിത്വങ്ങളും ശരിയായി ചെയ്യുവാൻ വേണ്ട ജ്ഞാനവും പരിജ്ഞാനവും വിവേകവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ ശക്തിയും സന്തോഷവും എന്നും ഞങ്ങളിൽ നിറയട്ടെ. അങ്ങയുടെ കണ്ണുകൾ സദാ ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. അവിടുത്തെ സ്വർഗീയ സംരക്ഷണം എനിക്ക് ഉരുക്കുകോട്ടയായി നിൽക്കുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ ഭൗതിക നന്മകൾക്കായി സ്തോത്രം. വയലുകൾക്കായി സ്തോത്രം, തോട്ടങ്ങൾക്കായി സ്തോത്രം, ബിസിനസ്സിനായി സ്തോത്രം. അവയെല്ലാം അവിടുന്ന് കാത്തു സംരക്ഷിക്കുന്നതിനായി പരിപാലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്കൂളും കോളേജിലും പഠിക്കാനായി പോകുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കാലഘട്ടത്തിൻ്റെ ഒരു ദുഷ്ടശക്തിയും മക്കളെ തൊടാതെ അവിടുന്ന് കാത്തു പരിപാലിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഓരോ ദിവസവും ഞങ്ങൾ കേൾക്കുന്ന യുദ്ധശ്രുതിയും അതുപോലെ പ്രകൃതിയിൽ നടമാടുന്ന ഭൂകമ്പവും പ്രകൃതിക്ഷോഭങ്ങളുമെല്ലാം അവിടുത്തെ രണ്ടാമത്തെ വരവിനെ വിളിച്ച് അറിയിക്കുന്നതാണല്ലോ. പ്രത്യേകിച്ച് ഈ സമയത്ത് ഇസ്രയേലിനും ഇറാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ സമാധാനത്തിൻ്റെ കരം ആ 2 രാജ്യത്തിൻ്റെ മേലുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ജീവിതത്തെ ബാധിക്കുന്ന നഷ്ടങ്ങളൊന്നും ഉണ്ടാകാതെ അവിടുന്ന് കാത്തു പരിപാലിക്കണമേ. അപ്പാ, അവിടുന്ന് സമാധാന പ്രഭുവാണല്ലോ. അവിടുത്തെ കരം പ്രവർത്തിച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. ലോകത്തിൻ്റെ നാനാഭാഗത്തും മാറ്റമില്ലാത്ത തിരുവചന സത്യമായി കടന്നു പോകുന്ന
എല്ലാ വിശുദ്ധരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേകരെ തീച്ചുളന്ന് വലിച്ചു രക്ഷിക്കുവാൻ നിന്റെ മക്കളിലൂടെ അവിടുന്ന് പ്രഘോഷിക്കപ്പെടുന്ന തിരുവചന സ്ഥിരീകരണം, അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടുന്ന് ചെയ്യുന്നതിനായി സ്തോത്രം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ ആന്തരിക സൗഖ്യവും സമാധാനവും ശക്തിയും ബലവും നിന്റെ മക്കളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം. ഇന്നത്തെ ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം ചെയ്യുന്നു. ഇന്നേ ദിവസം വിവാഹവാർഷികവും ബർത്ത്ഡേയും ആഘോഷിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൊടുത്തിരിക്കുന്ന വിശുദ്ധ കുടുംബജീവിതത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് കൊടുത്തിരിക്കുന്ന ജീവിതത്തിനായി സ്തോത്രം. അവരുടെ ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ കാണുവാനും ജനിച്ച നാൾ മുതൽ ഈ നിമിഷം വരെ അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ ഉള്ളം കയ്യിൽ വഹിച്ച് ഒരു ദുഷ്ടനും അവരെ തൊടാതെ കാത്തു സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കണം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. നന്ദിയപ്പ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം തൻ കരങ്ങൾ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം തൻ കാതുകൾ മന്ദമായില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം തൻ കരങ്ങൾ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം തൻ കാതുകൾ മന്ദമായില്ല. ബാലസിംഹങ്ങൾ പോലും ഇര കിട്ടാതിരുന്നാലും ദൈവമക്കൾക്കു നന്മ മുടക്കാത്തവൻ. ബാലസിംഹങ്ങൾ പോലും ഇര കിട്ടാതിരുന്നാലും ദൈവമക്കൾക്കു നന്മ മുടക്കാത്തവൻ. എത്ര നല്ലവൻ അവനെന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതവും. എത്ര നല്ലവൻ യേശു എന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതവും. ഞാനും കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിച്ചും മാനിച്ചും ജീവിച്ചിടും.